ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഊട്ടിയിലെ പ്രകൃതി മനോഹരമായ കുന്നൂരിൽ താഴ്വരകളിലെ ഒരു മൗണ്ടെയിൻ സ്റ്റേ അതിൻ്റെ കാഴ്ചകളിലേക്ക് ഒരു യാത്ര പോകാം. ഈ മൗണ്ടെയിൻ സ്റ്റേയിൻ്റെ ആയിട്ട് നമ്മുടെ ബോളിവുഡ് സ്റ്റാർ ആമിർ ഖാൻ്റെ ഒരു വില്ല കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ദൂരെ നിന്ന് അത് കാണാൻ കാണാം. അപ്പോൾ നമുക്ക് ടീ എസ്റ്റേറ്റിലൂടെയുള്ള ഈ യാത്ര ഒന്ന് പോയാലോ? മൗണ്ടൻ സ്റ്റേയിലെ ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു, ഹോംലി ആയിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഞങ്ങൾ നേരെ ചെന്നത് കുന്നൂരാണ്. ഈ എസ്റ്റേറ്റിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്തത് സെക്കൻഡ് ഫ്ലോറിലാണ്. അവിടെ നിന്നും നല്ല കാഴ്ചകളാണ്. ഈ ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന റെൻറ്റിനെടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ ഫൽദീപ് ഞങ്ങൾക്ക് നല്ല സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. കഥകൾ, ഇവിടുത്തെ സ്റ്റോറീസൊക്കെ പറഞ്ഞു തന്നു. ഈ എസ്റ്റേറ്റിൽ ഓണർ ഒരു പാലക്കാട്ടുകാരനാണ്. അങ്ങനെ പിന്നെ അതിനടുത്ത് വേറെ ടാറ്റയുടെ കുറേ ഉണ്ട് എസ്റ്റേറ്റ്സ്. പിന്നെ നമ്മുടെ ആമിർ ഖാൻ്റെ കുറച്ച് സ്ഥലവും ഒരു വില്ലയുമായിട്ട് ഇതിന് തൊട്ടരികിൽ തന്നെ ഉണ്ട്. നമുക്ക് ആ ടീ എസ്റ്റേറ്റിലൂടെയുള്ള യാത്രയിൽ കാണാം. പിന്നെ ഇവിടെ ക്യാമ്പ് ഫയർ എല്ലാം അവൈലബിൾ ആണ്. എന്ത് ഫെസിലിറ്റി വേണമെങ്കിലും അവൈലബിൾ ആണ്. നല്ല ഹെൽപ്ഫുള്ളായിട്ട് സപ്പോർട്ടീവായിട്ടുള്ള സർവീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ തന്നെ ആയ ടീ എസ്റ്റേറ്റിലൂടെ നമുക്കൊന്ന് സായന്തന സഫാരി നടത്തി വന്നാലോ? അപ്പം ടീ എസ്റ്റേറ്റിൻ്റെ വിശേഷങ്ങളുമായി ഒരു ചെറിയ കാൽനട യാത്ര നമുക്ക് നടത്താം.
ഇതേ അമീർ ഖാൻ്റെ കുന്നൂരിലുള്ള വീടാണേ. കണ്ടോളൂ ഇത്രേ കാണാൻ പറ്റുള്ളൂ. നോക്കട്ടെ നമുക്ക് അടുത്ത് പോകാൻ പറ്റുമോ. അമീർ ഖാൻ്റെ വീട് കാണാൻ പോവാണ്. കുന്നൂരിൽ അമീർ ഖാൻ്റെ വീട് ആ ഭാഗത്താണ്. ഇത് നോക്കാം. അതിനു മുമ്പ് ദുർഘടമായ വഴിയിലൂടെ സൂര്യകിരണങ്ങൾ മേലെ അസ്തമിക്കാനായി കാത്തിരിക്കുന്നു. ഒപ്പം അമീർ ഖാൻ്റെ വീട് കാണുന്നു. ഇതാണ് കുന്നൂരുള്ള അമീർ ഖാൻ്റെ എസ്റ്റേറ്റ് വീട്. ഈ ഭാഗം അവിടെ കുറേ ഉണ്ട് പോർഷൻ. പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുന്നുണ്ട്. അമീർ ഖാൻ ഇപ്പോൾ ഈ വഴിക്കൊന്നും വരാറില്ലെന്നൊക്കെയാണ് പറയുന്നത്. അത് കാരണം ഇപ്പോൾ ആരൊക്കെ കള്ളന്മാരൊക്കെ കയറി അവരുടെ ഡൈനിങ് ടേബിൾ വരെ അടിച്ചു മാരിയിട്ട് പോയി എന്നൊക്കെ പറയുന്നു. ഉള്ളതാണോ എന്തോ നമുക്കറിയാം. എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ. അപ്പോൾ അമീർ ഖാൻ്റെ വീടൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിങ്ങനെ ദുർഘടം പിടിച്ച ടീ എസ്റ്റേറ്റിലൂടെ റിസ്ക് എടുത്താണ് പോകുന്നതെങ്കിലും ഇനി നമ്മൾ മേട്ടുപ്പാളയത്തിലേക്കുള്ള കാഴ്ചകൾ വരെ കാണാനാണ് പോകുന്നത്. പക്ഷേ മഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. പെട്ടെന്ന് പോവുക, കാണാം. സമയമായിക്കൊണ്ടിരിക്കുന്നു. 6 മണി കഴിഞ്ഞു. സൂപ്പർ വ്യൂ. നിങ്ങൾക്കും ഈ മൗണ്ടൻ സ്റ്റേയിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ മലയാളിയായ ഫൽദീപിനെ കോൺടാക്റ്റ് ചെയ്യൂ. കോൺടാക്റ്റ് നമ്പറും ലൊക്കേഷനും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.